15 നൂറ്റാണ്ട് പഴക്കമുണ്ടായിട്ടും ഒരു വള്ളി പുള്ളി വിസർഗ വ്യതിയാന വ്യത്യാസമില്ലാതെ മാലോകരം മുഴുവൻ വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങളിലേക്ക് വികായസിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന വിശുദ്ധമായ ഖുർആൻ, ലോകത്തിൽ ഒരുപാട് ബുദ്ധിജീവികളെ പിടിച്ചുകുലുക്കിയ വിശുദ്ധമായ ഖുർആൻ, അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ വിശുദ്ധമായ ഖുർആൻ, 15 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ടായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിന്റെ വാർഷികത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഒരൊറ്റ വാക്കുകൂടി ഞാൻ വിശുദ്ധമായ ഖുർആനിന്റെ പരിശുദ്ധിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാ. അറിയണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കണ്ണട പോലും കാഴ്ചക്ക് ഉതകുന്ന രൂപത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ശാസ്ത്രം വികാസം പ്രാപിച്ചിട്ടില്ലാത്ത ആ ഇരുണ്ട യുഗത്തിൽ അവതരിച്ച പരിശുദ്ധമായ ഖുർആൻ വലിയ വലിയ അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയിൽ, വലിയ വലിയ ടെക്നോളജികളുടെ വലിയ ഉന്നതമായ വികാസത്തിൽ, വിസ്ഫോടനത്തിൽ നിൽക്കുമ്പോഴും ഒരു വള്ളി പുള്ളി വിസർഗ വ്യത്യാസം വരുത്താതെ, ഒരു ആശയത്തിന് മാറ്റം വരുത്താതെ, ഒരു ആദർശത്തിന് മാറ്റം വരുത്താതെ, ഒരക്ഷരത്തിന് മാറ്റം വരുത്താതെ അതിന്റെ സമ്പൂർണമായ പ്രൗഢി കൂടുതൽ പ്രകാശിച്ചു മുന്നോട്ട് പോകുന്നതല്ലാതെ ഒരു ചെറിയ മങ്ങലേൽക്കാത്ത പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു ദൈവിക ഗ്രന്ഥമുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ഖുർആനാ. ആ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പറയുകയാ, നമുക്കെല്ലാം മനപ്പാടമുള്ളരായത്താ സഹോദരങ്ങളെ, എൻ്റെ പരിസരത്തിരുന്ന് ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാർ, ഈ നാട്ടിൽ ഒരുപാട് ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുമ്പോ കൂടുതൽ ഓടിയെത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ, പരിശുദ്ധമായ മജ്‌ലിസുകളിലേക്ക് ആത്മാർത്ഥമായി സംഭാവന ചോദിക്കുമ്പോൾ കാതുകളും കരുത്തുകളും കൊടുക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാർ, ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ ദീനിനോട് സ്നേഹമുള്ള സഹകരിക്കുന്ന പെങ്ങന്മാർ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ വളരെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹ് ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആരാ നമ്മളെ സൃഷ്ടിച്ച അധിപനായ അല്ലാഹു പറയുകയാ, നമ്മളെ പടച്ച തമ്പുരാൻ പറയുകയാ, സൃഷ്ടിച്ച തമ്പുരാൻ പറയുകയാ, മനുഷ്യരെ, മാലോകരെ, വിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിന്റെ 30 രാവുകളിൽ ഒരു രാവിൽ പുണ്യമായ ലൈലത്തുൽ ഖദറിനെ ഞാൻ കുടിച്ചിട്ടിരിക്കുകയാ, നിക്ഷേപിച്ചിരിക്കുകയാ. പടച്ച തമ്പുരാൻ പറയുകയാ, ആ പ്രഖ്യാപനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാ, ഒന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ കലാമാ, പടച്ചവന്റെ വർത്തമാനമാ. അല്ലാഹു പറയുകയാ, ആ പുണ്യമായ രാവ് ഒരാൾക്ക് അനുകൂലമായാൽ, ആ രാവിൽ പടച്ചവനിലേക്ക് പൊട്ടിക്കറന്നാൽ, ആ രാവിൽ അല്ലാഹുമായിട്ട് അടുപ്പം സിദ്ധിച്ചാൽ, ആ സമയത്ത് പടച്ചവനുമായി ബന്ധപ്പെട്ട ആത്മീയമായ വിഭവങ്ങളുടെ വിധാനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ, നരകത്തെ പേടിച്ചുകൊണ്ട് കറന്നാൽ, സ്വർഗത്തെ തേടിക്കൊണ്ട് അവലാതിപ്പെട്ടാൽ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ, അവന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗം പങ്കുവച്ചു കൊണ്ടിരുന്നാൽ, ഒരായുഷ്കാലം മുഴുവനും ചെയ്താൽ കിട്ടാത്ത പ്രതിഫലങ്ങൾ ഒരൊറ്റ രാവ് കൊണ്ട് നൽകാമെന്ന് പറഞ്ഞ പടച്ചവന്റെ ഉന്നതമായ കാരുണ്യമുണ്ടല്ലോ, ആ കാരുണ്യത്തെ അധ്വാനിച്ച് നേടാത്ത മുസ്ലിമേ, ആ കാരുണ്യത്തിന് വേണ്ടി ആത്മാർത്ഥ കാണിക്കാത്ത മുസ്ലിമേ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാ, എൻ്റെ മുമ്പിലുള്ളവരോട് ഞാൻ പറയുകയാ, കലാകായിക രംഗങ്ങളിൽ ശോഭിക്കുന്ന വ്യക്തിത്വങ്ങളോട് അടുപ്പം കാണിച്ചു കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, പൊന്നുമോനെ, കഴിഞ്ഞ വിശുദ്ധമായ റമദാൻ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വിശുദ്ധമായ റമദാൻ ഓർമ്മയുണ്ടോ? എൻ്റെ സദസ്സുകളിൽ ഒന്നടങ്കം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു, പൊന്നുമക്കളെ, വരുന്ന റമദാൻ ഒരു പരീക്ഷണ റമദാനാ.
കഴിഞ്ഞ റമദാനിന് മുമ്പ് ഞാൻ പറഞ്ഞു, വരുന്ന റമദാൻ ഒരു പരീക്ഷണ റമദാനാ. എന്താ പരീക്ഷണ റമദാൻ എന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ആ വിശുദ്ധമായ റമദാൻ മാസത്തിലാ കഴിഞ്ഞ ഫുട്ബോളിന്റെ വേൾഡ് കപ്പ് നടന്നത്, ബ്രസീലിൽ പന്തുരുണ്ടത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, പടച്ചവന് വേണ്ടി 20 റക്അത്ത് നിസ്കരിക്കാൻ തറാവീഹ് നിസ്കരിച്ചുകൊണ്ട് റബ്ബിനോട് അല്ലാഹുമ്മ ഇത്ഖിനാ മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണേ അല്ലാ. കത്തിക്കാളുന്ന ഭീകരമായ ഭയാനകരമായ ഭീഭത്സമായ നരകമുണ്ടല്ലോ, ആർക്കും തടുത്തു നിർത്താൻ പറ്റാത്ത, ഒരു ടെക്നോളജിക്കും കവച്ചു വെക്കാൻ പറ്റാത്ത ആ കത്തിക്കാളുന്ന ഭീകരമായ നരകം. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്ന മെറ്റീരിയൽസ് എന്താണെന്നറിയുമോ? പച്ച മനുഷ്യരെയും പാറക്കല്ലുകളെയുമാണെന്ന് വിശുദ്ധമായ ഖുർആൻ